ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ മേഘ ട്രെയിൻ തട്ടി മരിച്ച സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ സഹപ്രവർത്തകന്റെ വിവരങ്ങൾ തേടി പോലീസ്. സഹപ്രവർത്തകനായ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് കാരണമാണ് മകൾ മരിച്ചതെന്ന് മേഘയുടെ അച്ഛൻ ആരോപിച്ചിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി മലപ്പുറം സ്വദേശി സുഗാന്ത് മേഘയെ സാമ്പത്തികമായി ചൂഷണം ചെയ്തെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സുഗാന്തിന്റെ വിവരങ്ങൾ തേടി പോലീസ് ഇന്ന് IBക്ക് കത്ത് നൽകും. IB ഉദ്യോഗസ്ഥന്റെ അവധിയടക്കമുള്ള വിവരങ്ങൾ തേടിയാണ് പോലീസ് IBയെ സമീപിക്കുന്നത്. സുഗാന്തിനെ തേടി കഴിഞ്ഞ ദിവസം പോലീസ് മലപ്പുറത്തെ വീട്ടിലെത്തിയിരുന്നു. എന്നാൽ ഇയാളെ കണ്ടെത്താനായില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം ആരംഭിച്ചതായി സൂചനയുണ്ടെന്നുമാണ് പോലീസ് പറയുന്നത്. സുഗാന്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. അതേസമയം മേഘയുടെ മരണത്തിലെ പോലീസ് അന്വേഷണത്തിൽ വീഴ്ച പറ്റിയെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. സഹപ്രവർത്തകനായ IB ഉദ്യോഗസ്ഥൻ കാരണമാണ് മകൾ ജീവനൊടുക്കിയതെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും തിരുവനന്തപുരം പേട്ട പോലീസ് കൃത്യമായി ഇടപെട്ടില്ലെന്ന് അച്ഛൻ മധുസൂദനൻ ആരോപിച്ചു. ഇത് അറിഞ്ഞപ്പോൾ തന്നെ അവർക്ക് പ്രതിയെ എന്ന് പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന ആളുടെ നിരീക്ഷണത്തിൽ വെക്കാമായിരുന്നു. പോലീസ് അത് ചെയ്തിട്ടില്ല. അവർ മൊഴിയെടുക്കാൻ വിളിച്ചപ്പോൾ അവർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാറി നിന്നു. പക്ഷേ വീണ്ടും ഇതുവരെ അവർക്കത് ആളെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു വീഴ്ചയാണ്. അതെ, ചെയ്തിരുന്നു. അവർ പറഞ്ഞ് അവരുടെ നിരീക്ഷണത്തിൽ തന്നെയാണ്. ആള് വിട്ടെങ്കിലും നിരീക്ഷണത്തിൽ തന്നെ ഉണ്ട്. എന്തെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ അവർ നേരെ പോലീസിന് കൈമാറുമെന്നാണ് പറഞ്ഞത്, നമ്മളോട് പറഞ്ഞു ആളിനെ. അതെ, സാമ്പത്തികമായിട്ട് നല്ല ചൂഷണമാണ് നടന്നത്. അത് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് ആഹാരം കഴിക്കാൻ പോലും പൈസ കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് അവളെ എത്തിച്ചിരുന്നു. അതെ, നമ്മുടെ അന്വേഷണത്തിലാണ് കണ്ടത്. പുതുതായിട്ട് അത് അന്വേഷണത്തിൽ അവര് പേട്ട CI എടപ്പാട് പോയിട്ട് അവരുടെ വീട്ടിലൊക്കെ അന്വേഷിച്ചിട്ട് അവൻ സ്ഥലത്തില്ല, ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് വിവരം പറഞ്ഞിരിക്കുന്നത്. നമ്മളെ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അറിയിക്കുന്നുണ്ട്. ഇല്ല, നമുക്ക് അവരുടെ കുടുംബ പശ്ചാത്തലത്തെ പറ്റി ഇപ്പൊ ഇതുവരെയും ഒന്നും അറിഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ നേരിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. അത് മോള് സമ്മതിച്ചിട്ടില്ല സംസാരിക്കാൻ. നമ്പർ തരികയോ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, അവർക്ക് എപ്പോഴാണോ വേണ്ടത് ആ സമയത്ത് നടത്തി തരാം. പക്ഷെ അവരുടെ വീട്ടുകാർ ഇവിടെ വന്ന് നമ്മളെ അറിയിക്കണം എന്ന് പറയും. അത് അവര് തയ്യാറായിട്ടില്ല. നമുക്ക് ഇപ്പൊ എതിർപ്പൊന്നുമില്ല. ഒറ്റ മോളല്ലേ ഉള്ളൂ. അപ്പൊ അവർക്ക് ജോലിയുണ്ട്. പിന്നെ നമുക്ക് ഇപ്പൊ എനിക്ക് പൈസ എന്താ നമുക്ക് പെൻഷൻ കിട്ടുന്നുമുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് എപ്പോ വേണമെങ്കിലും റെഡിയാണ്. അവള് എപ്പോ നടത്താൻ പറഞ്ഞാലും നമ്മൾ റെഡി ആയിരുന്നു. അതുണ്ടാവും. കാരണം അവര് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതായിട്ടൊക്കെ തെളിവുകളാണ് ഇപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ അവരെന്തായാലും വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടാവും. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന എറണാകുളമാണ് മെയിൻ. പിന്നെ ചെന്നൈ പോയതായിട്ട് ടിക്കറ്റ്, അവിടുത്തെ ഹോട്ടലിൽ നിന്ന് കാപ്പി കുടിച്ച പൈസ അടച്ച ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ സ്റ്റേറ്റ്മെന്റിലുണ്ട്. മേഘ പറഞ്ഞു കല്യാണം കഴിക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എനിക്ക് കുറച്ചുകൂടെ സമയം എന്താന്ന് പറഞ്ഞിട്ടാണ് നമ്മളോട് അവള് പറയുന്നത്. നൽകിയിട്ടുണ്ട്. പ്രശ്നത്തിലേക്ക് അപ്പൊ അവന് പതുക്കെ താല്പര്യം ഇല്ലാതെ അവളെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനുള്ള ഭീഷണിയോ അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടാവും അവനോ അവന്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവർ ഏർപ്പെടുത്തി ആരെങ്കിലും. അതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം നടക്കാൻ കാരണം. ആദ്യഘട്ടത്തിൽ തന്നെ സുഗാന്തിനെതിരെ പോലീസിന് പരാതി നൽകിയതാണ്. എന്നാൽ കേസ് അന്വേഷിക്കുന്ന തിരുവനന്തപുരം പേട്ട പോലീസ് ഇത് ഗൗരവമായി എടുത്തില്ല. ഒളിവിൽ പോകാൻ സുഗാന്തിന് ഇത് സഹായമായി എന്ന് മേഘയുടെ അച്ഛൻ ആരോപിച്ചു. ഒളിവിൽ പോയ സുഗാന്തിനെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. മേഘയുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. മൊബൈൽ ഫോണിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലവും നിർണായകമാണ്. IB നേരത്തെ തന്നെ സുഗാന്തിന്റെ മൊഴിയെടുത്തിരുന്നു. ജോലിയിൽ നിന്ന് മാറ്റി നിർത്തി ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് IB നൽകുന്ന വിശദീകരണം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്ന IB ഉദ്യോഗസ്ഥ മേഘയെ മാർച്ച് 24 രാവിലെയാണ് ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവർക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അത് പരക്കെയുള്ള എല്ലാവരുടെയും സംശയം തന്നെയാണ്.
അതെന്തുകൊണ്ട് അങ്ങനെ കാലതാമസം വരുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ പറയുന്നു. സാങ്കേതികമായി ചില കെമിക്കൽ അനാലിസിസ് ഒക്കെ കഴിഞ്ഞു വരികയാണെങ്കിൽ ചിലപ്പോൾ അത്രയും സമയം എടുക്കുമായിരിക്കാം. പക്ഷെ അത് അന്വേഷിക്കാമല്ലോ, നമുക്ക് അന്വേഷിക്കാം. സെൻട്രൽ IBയിൽ അതിനൊരു ഫാസ്റ്റ് ഡ്രൈവ് മൊഡാലിറ്റി എന്താണെന്നുള്ളത് ചോദിച്ചു നോക്കട്ടെ. അമിത്ഷാജിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് അവിടെ നിന്നൊരു നീക്കം ആണ് ഒരുപക്ഷെ ഓവർ റൂൾ ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അത് നമുക്ക് നോക്കാം. ഇതൊരു സെൻട്രൽ IBയുടെ സ്റ്റാഫിൻ്റെ ഇഷ്യൂ അല്ല, മരണവുമല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും നമുക്കതിനകത്തൊരു അപ്പർ ഹാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് ത്വരിതപ്പെടുത്താൻ സാധിക്കും. അതിനകത്ത് വീഴ്ചയും അതിനകത്ത് വേറെ ഡിഫ്ലക്ഷൻസിനൊന്നും ഉള്ള അവസ്ഥ ഉണ്ടാവില്ല. അത്രയും ഉറപ്പ് നൽകാൻ പറ്റും. അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഇപ്പം മനസ്സിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥനല്ല, സെൻട്രൽ IBയുടെ ഒരു ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അന്വേഷിക്കട്ടെ. ഞാൻ അന്വേഷിച്ചിട്ട് തീർച്ചയായിട്ടും വേണ്ട നടപടി കൈക്കൊള്ളുന്നതിന്